സൂര്യ കോമഡിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദൈപ്പോ ശരിയാക്കി തരാം പ്രസന്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്ന അതേ കോളേജിൽ തന്നെയാണ്, തൃശ്ശൂരുള്ള വിമല കോളേജിലാണ്. അവിടുത്തെ കുട്ടികളൊക്കെ വളരെ ഗംഭീരമായി തന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ പെർഫോം ചെയ്തു. ഇനിയും കുറേ കുട്ടികളുണ്ട്, അവരവിടെ റെഡിയായി നിൽക്കുകയാണ്. നമുക്ക് അങ്ങോട്ട് പോകാം. എങ്ങനെ മരിച്ചു? ട്രെയിൻ മണ്ഡലം തട്ടിയതാണോ? പക്ഷെ സഖാക്കൾക്ക് കിട്ടി. ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കണം. ഈശ്വര, എന്തൊരു ചൈതന്യം! എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. പിന്നീട് അവനൊരു വിളിപ്പേരും കിട്ടി, മുണ്ടൂര് മാത്തൻ. പ്രവചനങ്ങൾ വേണ്ട, ജീവിക്കാൻ വിധിയുണ്ടെങ്കിൽ ഭാവ നോക്കിക്കോ. ഇഞ്ചിഞ്ചായി ഞാൻ അവനെ തകർക്കും. ഇന്ദ്രജാലം എന്ന സിനിമയിൽ ലാലേട്ടൻ വളരെ ഇമോഷണലായിട്ട് പറയുന്നൊരു ഡയലോഗാണത്. ഇവിടെ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പോകുന്ന ഡയലോഗ് ഇത് തന്നെയാണ്. ഇതെങ്ങനെ അവർ പ്രസൻറ്റ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. പ്രവചനങ്ങൾ വേണ്ട, ഞാൻ ആരംഭിക്കുന്നതേ ഉള്ളൂ. ജീവിച്ചിരിക്കാൻ വിധിയുണ്ടെങ്കിൽ ഭാവ നോക്കിക്കോ. ഇഞ്ചിഞ്ചായി ഞാൻ അവനെ തകർക്കും. ആദ്യം അവന്റെ സാമ്രാജ്യം, പിന്നെ അവന്റെ ജീവൻ. ഓരോന്നും മെല്ലെ മെല്ലെ. അവന്റെ ഓരോ തകർച്ചയിലും എനിക്ക് അവന്റെ കണ്ണുനീർ കാണണം. പിന്നെ എനിക്ക് അവനാകണം. പണം, അധികാരം, എല്ലാം എല്ലാം എനിക്ക് ചുറ്റി നിൽക്കുന്നവരും ഞാനും ഇനി ഈ ജന്മം കഷ്ടപ്പെടാൻ പാടില്ല. നേടണം, എനിക്കെല്ലാം നേടണം. എനിക്ക് അവനാകണം. അപ്പോൾ വേണ്ട, വീണ്ടും നമ്മൾ അതേ കോളേജിൽ തന്നെയാണ്. സ്ക്രിപ്റ്റ് പഠിച്ചിങ്ങനെ എപ്പം ചെയ്യണം, ഞാൻ ചെയ്യും എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും ഞാൻ ഒരാളെ അങ്ങ് വിളിക്കുകയാണ്. ഇങ്ങ് വരും ഫ്രണ്ടിലേക്ക്. എൻ്റെ പേര് അൽഷിഫ CS. എവിടെയാണ് നാട്? നാട് പാലക്കാട് നെമ്മാറയിലാണ്. റെഡി? 1 2 3 സ്റ്റാർട്ട്. പ്രവചനങ്ങൾ വേണ്ട, ഞാൻ ആരംഭിക്കുന്നതേ ഉള്ളൂ. ജീവിക്കാൻ വിധിയുണ്ടെങ്കിൽ ഭാവ നോക്കിക്കോ. ഇഞ്ചിഞ്ചായി ഞാൻ അവനെ തകർക്കും. ആദ്യം അവന്റെ സാമ്രാജ്യം, പിന്നെ അവന്റെ ജീവൻ. ഓരോന്നും മെല്ലെ മെല്ലെ. അവന്റെ ഓരോ തകർച്ചയിലും അവന്റെ കണ്ണുനീർ എനിക്ക് കാണണം. കണ്ണുനീർ ഇല്ലല്ല, ഞാൻ കാരണമല്ല, വേർത്തതാ. അവന്റെ കണ്ണുനീർ കാണണം. കരയുന്നു. ഞാൻ കരഞ്ഞൊന്നുമില്ല. എന്താ കരഞ്ഞില്ലെന്നോ? കണ്ണീരൊഴുകി പാന്റിനകത്ത് പൊക്കോണ്ടിരിക്കുക, എന്നിട്ട് കരഞ്ഞില്ലെന്നോ? ഗബർ, you cried, it's over. പിന്നെ എനിക്ക് അവനാകണം. പണം, അധികാരം, എല്ലാം എല്ലാം. എനിക്ക് ചുറ്റും നിൽക്കുന്നവരും ഞാനും അതിനൊരിക്കലും കഷ്ടപ്പെടാൻ പാടില്ല. നേടണം, എല്ലാം നേടണം. എനിക്ക് അവനാകണം. അല്ലേ? വെരി ഗുഡ്. സ്വന്തമായിട്ട് ആശ്വസിച്ചില്ലേ? പിള്ളേരുടെ ഓരോരോ കാര്യങ്ങളെ കൊള്ളാം. ഏഞ്ചൽ വരൂ. ഏഞ്ചലെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. എങ്ങനെയുണ്ട് കോളേജിന്റെ? കോളേജൊക്കെ ഇങ്ങനെ നല്ല രസമായിട്ട് പോകുന്നുണ്ട്. ഏതിനാ പഠിക്കുന്നത്? കമ്പ്യൂട്ടർ സയൻസ്. റെഡി? 1 2 3 സ്റ്റാർട്ട്. പ്രവചനങ്ങൾ വേണ്ട. അയ്യേ, ചമ്മിപ്പോയേ. റെഡി? 1 2 3 സ്റ്റാർട്ട്. പ്രവചനങ്ങൾ വേണ്ട, ഞാൻ ആരംഭിക്കുന്നതേ ഉള്ളൂ. ജീവിക്കാൻ വിധിയുണ്ടെങ്കിൽ ബാവ നോക്കിക്കോ. ജീവിക്കാൻ വിധിയുണ്ടെങ്കിൽ ബാബ നോക്കിക്കോ. ഞാൻ അവനെ ഇഞ്ചിഞ്ചായി തകർക്കും. ആദ്യം അവന്റെ സാമ്രാജ്യം, പിന്നെ അവന്റെ ജീവൻ. ഓരോന്നും മെല്ലെ മെല്ലെ. മെല്ലെ മെല്ലെ ഒത്തിരി നീട്ട്. മെല്ലെ മെല്ലെ മുഖപടം. അതെ, അയാളെ സംഗീതം പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അയാൾ ഒരു സാധുവാ. മെല്ലെ മെല്ലെ അവന്റെ ഓരോ തകർച്ചയിലും എനിക്ക് അവന്റെ കണ്ണുനീർ കാണണം. എനിക്ക് അവനാകണം. എനിക്ക് ചുറ്റുള്ളവരും പിന്നെ ഞാനും ഇനി കഷ്ടപ്പെടാൻ പാടില്ല. നേടണം, എനിക്കെല്ലാം നേടണം. എനിക്ക് അവനാകണം. എല്ലാറ്റിലും മുൻപന്തിയില. പഠിപ്പിലും നൃത്തത്തിലും സംഗീതത്തിലും ഒക്കെ. അടുത്ത ആരാണ്? എന്താ മോളുടെ പേര്? അലീന.
അലീന ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ സെക്കൻഡ് ഇയർ BSc കെമിസ്ട്രി. നാടെവിടെയാണ്? നാട് തൃശ്ശൂരാണ്, ചേലക്കര. റെഡി 1 2 3 സ്റ്റാർട്ട്. പ്രവചനങ്ങൾ വേണ്ട, ജീവിച്ചിരിക്കാൻ വിധിയുണ്ടെങ്കിൽ ഒന്നും കൂടി. തടസ്സങ്ങളെല്ലാം ഞാൻ മാറ്റിത്തരാം. പറയാൻ തുടങ്ങിയിട്ട് പ്രവചനങ്ങൾ വേണ്ട, ഞാൻ ആരംഭിക്കുന്നതേ ഉള്ളൂ. ജീവിച്ചിരിക്കാൻ വിധിയുണ്ടെങ്കിൽ ഭാവം നോക്കിക്കോ, ഞാൻ അവനെ ഇഞ്ചിഞ്ചായി തകർക്കും. പിന്നെന്താണ്? ആദ്യം അവന്റെ സാമ്രാജ്യം, പിന്നെ അവന്റെ ജീവൻ. മെല്ലെ മെല്ലെ ഓരോന്നും മെല്ലെ മെല്ലെ അവന്റെ ഓരോ തകർച്ചയിലും എനിക്ക് അവന്റെ കണ്ണുനീർ കാണണം. ഗുഡ്. ഹിസ് നെയിം ഈസ് പാണ്ഡിതുരൈ. പിന്നെ എനിക്ക് അവനാകണം. പണം, സാമ്രാജ്യം, എല്ലാം. പണം, അധികാരം, അധികാരം, എല്ലാം. ഞാനും എന്റെ ചുറ്റുമുള്ളവരും കഷ്ടപ്പെടാൻ പാടില്ല. നേടണം, എനിക്കെല്ലാം നേടണം. എനിക്ക് അവനാകണം. അടിപൊളി. തിരിച്ചടിക്കണ ജാതി തന്നെ ഇപ്പൊ ഞമ്മക്ക് പെരുത്തി വിശ്വാസായി. അടുത്ത ആരാണ്? ആഷിക വാ. ആശിഷ. ഓക്കെ, നല്ല പേര്. തുടങ്ങാം. റെഡി? പിടിച്ചോ, മൈക്ക് പിടിച്ചോ. സ്റ്റാർട്ട്. പ്രവചനങ്ങൾ വേണ്ട, ഞാൻ ആരംഭിക്കുന്നതേ ഉള്ളൂ. ജീവിച്ചിരിക്കാൻ വിധിയുണ്ടെങ്കിൽ ബാബ നോക്കിക്കോ, എനിക്ക് അവൻ ഇഞ്ചിഞ്ചായി തകർക്കണം. ആദ്യം അവന്റെ സാമ്രാജ്യം, പിന്നെ അവന്റെ ജീവൻ. ഓരോന്നും മെല്ലെ മെല്ലെ. പിന്നെ എന്ത് പറ്റി രമണ? മെല്ലെ മെല്ലെ അവന്റെ ഓരോ തകർച്ചയിലും അവന്റെ കണ്ണുനീര് എനിക്ക് കാണണം. എനിക്ക് അവനാകണം. പണം, അധികാരം, എല്ലാം. ഞാനും എന്റെ ചുറ്റിലും നിൽക്കുന്നവരും ഇനി കഷ്ടപ്പെടാൻ പാടില്ല. എനിക്കെല്ലാം നേടണം. എനിക്ക് അവനാകണം. അടിപൊളി. അപ്പൊ നമ്മൾ തുടങ്ങിയാലോ? റെഡി 1 2 3 സ്റ്റാർട്ട്. പ്രവചനങ്ങൾ വേണ്ട, ഞാൻ ആരംഭിക്കുന്നതേ ഉള്ളൂ. ജീവിച്ചിരിക്കാൻ വിധിയുണ്ടെങ്കിൽ ബാബ നോക്കിക്കോ, അവനെ ഞാൻ ഇഞ്ചിഞ്ചായി തകർക്കും. ആദ്യം അവന്റെ സാമ്രാജ്യം, പിന്നെ അവന്റെ ജീവൻ. ഓരോന്നും മെല്ലെ മെല്ലെ അവന്റെ എല്ലാ തകർച്ചയിലും എനിക്ക് അവന്റെ കണ്ണുനീർ കാണണം. പണം, അധികാരം, അങ്ങനെ എല്ലാം. എനിക്ക് ചുറ്റും നിൽക്കുന്നവരും ഞാനും ഒരിക്കലും കഷ്ടപ്പെടാൻ പാടില്ല. നേടണം, എനിക്കെല്ലാം. എനിക്ക് അവനാകണം. നീ ആള് തിരക്കല്ലല്ലോ മോനെ. ഏതായാലും മേനോന്റെ മാതിരി ആയിട്ടില്ല, നിനക്ക് ഭാവിയുണ്ട്. ആൻപ്രിയ ഭയങ്കര ഇൻട്രൊഡ്യൂസിംഗ് ആണ്. ആൻപ്രിയ എവിടെയാണ് നാട്? ഒളരി, തൃശ്ശൂർ തന്നെയാണ്. ഇവിടെ ഏതിനാ പഠിക്കുന്നത്? BSc കമ്പ്യൂട്ടർ സയൻസ്. തുടങ്ങിയാൽ അങ്ങോട്ട്. റെഡി 1 2 3 സ്റ്റാർട്ട്. പ്രവചനങ്ങൾ വേണ്ട, ജീവിച്ചിരിക്കാൻ വിധിയുണ്ടെങ്കിൽ ഞാൻ ആരംഭിക്കുന്നേ ഉള്ളൂ. ജീവിച്ചിരിക്കാൻ വിധിയുണ്ടെങ്കിൽ ബാബ നോക്കിക്കോ, ഇഞ്ചിഞ്ചായി ഞാൻ തകർക്കും. ആദ്യം സാമർത്ഥ്യം. ആദ്യം ഒരു അല്പ അസൗകര്യം കാണും, പിന്നെ അത് ശീലമായിക്കോളും. സാമ്രാജ്യം, പിന്നെ അവന്റെ ജീവൻ. ഇയാളാ തിരിയാത്ത പേരടിക്ക് നോക്കി ഒരു ഒറ്റ അടി കോയക്കാം. അതിപ്പോ എന്റെ കുറ്റം കൊണ്ടല്ല. മത്തം കുത്തിയാ കുമ്പളം മുളക്കില്ല. അത് കാലങ്ങളായിട്ട് കുമ്പളത്തിന്റെ ശീല. പ്രവചനങ്ങൾ വേണ്ട, ജീവിച്ചിരിക്കാൻ വിധിയുണ്ടെങ്കിൽ ബാബ നോക്കിക്കോ, ഇഞ്ചിഞ്ചായി ഞാൻ അവനെ കൊല്ലും. ആദ്യം അവന്റെ സാമ്രാജ്യം, പിന്നെ അവന്റെ ജീവൻ. ഓരോന്നും മെല്ലെ അവന്റെ ഓരോ തകർച്ചയിലും അവന്റെ കണ്ണുനീർ എനിക്ക് കാണണം. എനിക്ക് അവനാകണം. പണം, അധികാരം, എല്ലാം. എന്നിട്ട് ഇനിയുണ്ട്. ഫ്ലോയും പോയി. ഞാനും എനിക്ക് ചുറ്റും ഉള്ളതെല്ലാം എനിക്ക് സ്വന്തം. അതെപ്പോ അങ്ങനല്ലല്ലോ. ഓ, എന്ത് പറയാനാ, എന്തോ കൂടിയത് അടിച്ചോണ്ട് വന്നിരിക്കുക. പറ. ഞാനും എനിക്ക് ചുറ്റുമുള്ളതെല്ലാം എനിക്ക് കഷ്ടപ്പെടാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ ആരും പറഞ്ഞു കൊടുക്കണ്ട. പറ. ഞാനും എനിക്കും ചുറ്റുമുള്ളതും എനിക്ക് സ്വന്തം. ഞാനും എനിക്ക് ചുറ്റുമുള്ളതെല്ലാം എനിക്ക് സ്വന്തം. കഷ്ടപ്പെടാൻ പാടില്ല. ആര്? തന്നെ മൂച്ചേട്ടെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തുണി പൊക്കി കാണിക്കും. ഞാൻ നേടണം, എനിക്കെല്ലാം നേടണം. അവനാകണം. ശരി, വിട്ടോ. അതിവിദഗ്ധമായ രീതിയിൽ തുരപ്പം കൊച്ചുണ്ണി CID മൂസയുടെ കയ്യിൽ നിന്ന് ഊരിപ്പോയെന്ന്. യെസ് ലെന, ഹായ്. എന്തൊക്കെയാണ് വിശേഷം? സുഖമായിരിക്കും. എങ്ങനെയുണ്ട് ഇവിടെ? അടിപൊളിയല്ലേ? ഏതിനാ പഠിക്കുന്നത്? ഞാൻ ബികോം. റെഡി ആക്ഷൻ. ആദ്യം ഇയാള് പറഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ പറയാം. രണ്ടാമത് ഞാൻ പറയണ്ട. ആദ്യം ഇയാള് പറയാ, പിന്നെ ഞാൻ പറയാം. അല്ല, ആദ്യം പറഞ്ഞ എനിക്ക് സുഖം ഉണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. വേണ്ടല്ലേ? പ്രവചനങ്ങൾ വേണ്ട, ബാക്കി എല്ലാം പഠിച്ചിട്ട് അതിൽ മറന്നുപോയാ?
ഇയാളെന്ത് പണിയാണ് കാണിക്കുന്നത്? തന്നെ കൂടെ തോറ്റല്ലോ. ഐ ആൾസോ ഫെയിൽഡ് ഓഫ് യു. പ്രവചനങ്ങൾ വേണ്ട, ഞാൻ ആരംഭിക്കുന്നതേ ഉള്ളൂ. ജീവിക്കാൻ വിധിയുണ്ടെങ്കിൽ ബാബ നോക്കിക്കോ. ഇഞ്ചിഞ്ചായി ഞാൻ അവനെ തകർക്കും. അവന്റെ സാമ്രാജ്യം, ജീവൻ, മെല്ലെ മെല്ലെ അവൻ തകർന്നത് എനിക്ക് എന്റെ കണ്ണുകൊണ്ട് കാണണം. എന്റെ കൈ നിട്ടതാ. എന്നെന്തിനെ പൊക്കി പറയണേ? കിടക്കട്ടെ, എന്നെ കൊണ്ട് ഇതൊക്കെ അല്ലേ പറ്റുള്ളൂ. പുതിയ ഡയലോഗ്. എനിക്ക് അവനാവണം. പണം, സാമ്രാജ്യം, എല്ലാം. ഞാനും എന്റെ ചുറ്റുമുള്ളവരും എനിക്ക് കഷ്ടപ്പെടാൻ പാടില്ല. എനിക്ക് അവനാവണം. അത്ര തന്നെ. ശരി എന്നാ കൈയടിച്ച് സ്വന്തമായിട്ട് കൈയടിച്ച് ഓടി രക്ഷപ്പെടുകയാണ്. ഉത്സവം കഴിഞ്ഞ് കൊടിയിറങ്ങി, ഞാൻ അങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ. പൊയ്ക്കോ സമയങ്ങളല്ലേ. വാ നുഹിന വാ. നുഹിന ഒരു ഭയങ്കര വെറൈറ്റി നെയിമാണ്. നുഹിന എന്താണ് അതിന്റെ അർത്ഥം? നുഹിനയുടെ അർത്ഥം അർത്ഥം ഇല്ല. അർത്ഥമില്ലേ? അതോ അർത്ഥം അറിയില്ലേ? അർത്ഥമില്ല. അപ്പോൾ നുഹിന ഇവിടെ ഏതിനാണോ പഠിക്കുന്നത്? BSc കമ്പ്യൂട്ടർ സയൻസ്. എവിടെയാ നാട്? മലപ്പുറം. മലപ്പുറത്താണോ ഈ കാപ്പിൽ എന്ന് പറഞ്ഞ സ്ഥലം? അല്ല, അത് വീട്ടുപേരാണ്. റെഡി? ഈ സിനിമ കണ്ടിട്ടുള്ളതാണോ? അല്ല. ഇന്ദ്രജാലം പറ്റുമോ കാണണം. നല്ല സിനിമയാട്ടോ. റെഡി? പ്രവചനങ്ങൾ വേണ്ട, ഞാൻ ആരംഭിക്കുന്നതേ ഉള്ളൂ. ജീവിച്ചിരിക്കാൻ വിധിയുണ്ടെങ്കിൽ ബാബ നോക്കിക്കോ, ഞാൻ അവനെ ഇഞ്ചിഞ്ചായി തകർക്കും. പിന്നെ എന്നൊക്കെ ഉണ്ടോ? അല്ല, അവന്റെ സാമ്രാജ്യം, പിന്നെ അവന്റെ ഇങ്ങനെ ചെവിക്കകത്ത് തലറിയിട്ടാണോ ഇയാൾ സഹായിക്കുന്നത്? മെല്ലെ മെല്ലെ എല്ലാം. അല്ല, മെല്ലെ മെല്ലെ. ആക്ഷനൊക്കെ ആക്ഷനൊക്കെ നന്നായിട്ടുണ്ട്. ഇനി നീ താഴത്തേക്ക് ഊത്, അല്ലെങ്കിൽ നീ ചത്തുപോ. അവന്റെ ഓരോ തകർച്ചയിൽ ഞാൻ അവന്റെ കണ്ണുനീർ കാണും. പണം, എല്ലാം എനിക്ക് വേണം. എനിക്ക് ഈ വിളക്ക് വേണം. നിങ്ങൾ എനിക്ക് ഈ വിളക്ക് തരണം. ഞാനിത് അങ്ങോട്ട് എടുക്കുക. എന്റെ അടുത്ത് എന്തെന്ന് കാര്യം പറയുകയാണ്. പിന്നെ ഞാനും എന്റെ ചുറ്റുമുള്ളവർ കഷ്ടപ്പെടാൻ പാടില്ല. പ്രവചനങ്ങൾ വേണ്ട, ഞാൻ ആരംഭിക്കുന്നതേ ഉള്ളൂ. ജീവിച്ചിരിക്കാൻ വിധിയുണ്ടെങ്കിൽ ബാബ നീ നോക്കിക്കോ, അവനെ ഇഞ്ചിഞ്ചായി ഞാൻ തകർക്കും. ആദ്യം അവന്റെ സാമ്രാജ്യം, പിന്നെ അവന്റെ ജീവൻ. മെല്ലെ മെല്ലെ അവന്റെ എല്ലാ സങ്കടങ്ങൾ, അവന്റെ കണ്ണുനീർ എനിക്ക് കാണണം. എനിക്ക് കാണണം. ഭ്രാന്തനല്ലാത്ത ഒരാൾ ഭ്രാന്തനായി കടന്നു വരുമ്പോൾ അവന് ഭ്രാന്താണെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന നമുക്കാണ് ഭ്രാന്ത്. ഓ, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. എനിക്ക് അവന്റെ പണം വേണം. ഞാൻ അങ്ങനാണോ? എനിക്ക് അവനാകണം. അവന്റെ എല്ലാം എനിക്ക് വേണം. പണം, പണം വേണം. അധികാരം വേണം. കണ്ടാൽ ഭ്രാന്തന്മാരാണെന്ന് തോന്നുകയേയില്ല. ഇത് കാണുമ്പോൾ എനിക്ക് അവരുടെ ഇടയിലേക്ക് ഊളിയിട്ട് ചെല്ലുവാൻ തോന്നുന്നു. ഞാനും എന്റെ ചുറ്റിനുള്ളവരും കഷ്ടപ്പെടാൻ പാടില്ല. ചുറ്റിനുള്ളവരും കഷ്ടപ്പെടാൻ പാടില്ല. നേടണം, എനിക്ക് പണം നേടണം. പണം മാത്രമുള്ള ചിന്ത. അങ്ങോട്ട് നോക്ക്. നേടണം, എനിക്ക് അവനാകണം. ഇത്രയും നല്ല രസകരമായിട്ട് ഇവിടുന്ന് ഒന്ന് അഭിനയിച്ചു പറ. ഇവിടെ ആക്ട് ചെയ്ത് പറയണം. കറക്റ്റ് ആയിരുന്നു പറഞ്ഞത്. ആക്ടിങ്ങിൽ ഒരു ഭാവി ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. സിനിമണ്ഡലം വരെ നിന്റെ ഭാഗ്യം സിനിമ തന്നെ മോളെ. റെഡി? പ്രവചനങ്ങൾ വേണ്ട, ഞാൻ ആരംഭിക്കുന്നതേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ബാബ നീ നോക്കിക്കോ. ബാബ 80 വയസ്സുള്ള ഒരു കിളവനാണ്. ബാബ നോക്കിക്കോ, ഞാൻ അവൻ ഇഞ്ചിഞ്ചായി തകർക്കും. ആദ്യം അവന്റെ സാമ്രാജ്യം, പിന്നെ അവന്റെ ജീവൻ. മെല്ലെ മെല്ലെ അവന്റെ എല്ലാ ദുഃഖങ്ങളിലും എല്ലാ സങ്കടങ്ങളിലും ഞാൻ പ്രാർത്ഥിക്കും. പിന്നെ സന്തോഷിക്കും. ഏതായാലും വട്ടാണെന്നുള്ള കാര്യത്തിൽ നാട്ടുകാർക്ക് ഇനി സംശയമൊന്നും ഉണ്ടാകത്തില്ലല്ലോ. ഞാൻ ആനന്ദം അല്ല, തകർച്ചയിൽ അങ്ങോട്ട് നോക്കി പറ. തകർച്ചയിലും സന്തോഷിക്കില്ലേ? ആരാ? ഞാൻ. നിർത്ത് കാര്യം കാണാൻ നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അപ്പന്റെ സ്ഥാനം കൽപ്പിച്ച് തരണ്ട. അവന്റെ ആദ്യ കണ്ണുനീരിൽ ഞാൻ സന്തോഷിക്കും. ഇതെന്ത് ജീവനാണ് എന്റെ ഈശ്വര. ആദ്യം അവന്റെ പണം, പിന്നെ അവന്റെ ജീവൻ, പിന്നെ അവന്റെ എല്ലാം. അല്ല, ആദ്യം അവന്റെ പണം, പിന്നെന്തോ പറ. അറിവില്ലായ്മയിൽ നിന്നും വെളിവില്ലായ്മയിൽ നിന്നുമാണ് തെറ്റുകൾ ഉണ്ടാകുന്നത്. ഞാനും എന്റെ ചുറ്റിനുള്ളവർ കഷ്ടപ്പെടാൻ പാടില്ല. എനിക്ക് അവനാകണം, നേടണം, അവന്റെ എല്ലാം നേടണം. ഒന്നുകൂടെ നല്ലോണം ആക്ട് ചെയ്ത് പറയാൻ പറ്റുമോ? ഇല്ല. എന്റെ പൊന്നോ വേണ്ട. എന്നിട്ട് കാശില്ലാന്ന് പറയുമ്പോ താരക്കിട്ട് തട്ടാനല്ലേ? പേരെന്തായിരുന്നു മോളുടെ? അനില. അനില ഓൾറെഡി ഡൽഹിയിലാണ്.
പഠിച്ചതൊക്കെ അല്ലേ, പഠിച്ചു വളർന്നതൊക്കെ ഇപ്പം കുറച്ച് നാളായുള്ളൂ. ഇപ്പം കോളേജിന് വേണ്ടി ഇവിടോട്ട് വന്നതാ, സെറ്റിൽമെന്റ് ആവാൻ വേണ്ടി. ഇപ്പം പേരൻസ് ഒക്കെ എവിടെയാണ്? പേരൻസ് ഒക്കെ ഡൽഹിയിലാണ്, പപ്പ ദുബായിലായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം മലയാളം അധികം അങ്ങോട്ട് സംസാരിക്കാൻ അറിയാന്നുള്ളതല്ലാതെ ഇങ്ങനെ കോൺഫിഡൻസ് ഇല്ല, അതുകൊണ്ടാ. പക്ഷെ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്, വളരെ മനോഹരമായിട്ട് സംസാരിക്കുന്നു. പക്ഷേ ഇദ്ദേഹം സിനിമകളൊക്കെ ഹിന്ദി സിനിമകളാണ് കണ്ടത്. അങ്ങനെ ഒരു ഹിന്ദി സിനിമയുടെ ഡയലോഗ് അദ്ദേഹം പഠിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. ഏതിനായിരുന്നു മോൾ ഇവിടെ പഠിക്കുന്നത്? ഞാനോ ബികോം സെൽഫ്. ഓക്കെ, അതാ വാങ്ങിക്കാം. देखो जो करना है तू कर, देखो जहाँ जाना है तू जा, मैं तेरे इंतजार में इधर रहूंगी. ഹിന്ദി എണ്ണേ तेरे प्यार में और मम्मी पापा से लड़ाई करती रहूंगी. देखो तू यही सुनना चाहता था ना, है ना? ഒരെണ്ണം കൂടെ ഒരു പ്രാവശ്യം കൂടെ തന്നാണ് പറയാൻ പറ്റുമോ? റെഡി, വൺ, കൂൾ കൂൾ ആവും, കൂൾ. देखो जो करना है तू कर, देखो जहाँ जाना है तू जा, तेरे इंतजार में मैं इधर रहूंगी, तेरे प्यार में. तू यही सुनना चाहता था ना, है ना? तू यही सुनना चाहता था. മമ്മി പപ്പ പറഞ്ഞു പോയി അപ്പോഴത്തേക്ക്. ഞങ്ങളെ പറ്റിക്കാൻ പറ്റില്ല. ഈ ഹിന്ദിക്ക് മറു ഹിന്ദി പറഞ്ഞില്ലെങ്കിൽ എന്റെ പേര് കർപ്പയ്യ എന്നല്ല, നീ ചെവിയെ നുള്ളിക്കോ. യെസ്, അടുത്തതായിട്ട് വരുന്നു ഏഗ്ന. എന്തുണ്ട് ഏഗ്ന? ഇപ്പോഴും ആ സ്ക്രിപ്റ്റ് ഇങ്ങനെ മനസ്സിൽ വെച്ചിട്ടുണ്ടാണ്. ഞാൻ ചോദിക്കുന്ന ഉത്തരമാണ് പറയേണ്ടത് കേട്ടോ. സുഖല്ലേ? എവിടെയാണ് നാട്? കോട്ടപ്പടി. റെഡി റെഡി, 1 2 3 ഗോ. പ്രവചനങ്ങൾ വേണ്ട, ഞാൻ ആരംഭിക്കുന്നതേ ഉള്ളൂ. ജീവിക്കാൻ വിധിയുണ്ടെങ്കിൽ ബാബ നോക്കിക്കോ, ഇഞ്ചിഞ്ചായി ഞാൻ അവനെ തകർക്കും. ആദ്യം അവൻ്റെ സാമ്രാജ്യം, പിന്നെ അവൻ്റെ ജീവൻ, ഓരോന്നും. മെല്ലെ മെല്ലെ അവൻ്റെ ഓരോ തകർച്ചയിലും എനിക്ക് അവൻ്റെ കണ്ണുനീര് കാണണം. എനിക്ക് അവനാകണം. പണം, അധികാരം, എല്ലാം എല്ലാം. എനിക്ക് ചുറ്റുമുള്ളവരും ഞാനും ഇനി കഷ്ടപ്പെടാൻ പാടില്ല. നേടണം, എനിക്കെല്ലാം നേടണം. എനിക്ക് അവനാകണം. അടിപൊളി, സൂപ്പർ. ഇവന് എന്താ സാധനം, ചീങ്കണ്ണിയാ. ഇവ IAS എടുത്തിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ കളക്ടർ ആവൂട്ടാ. സൈക്കിൾ റാലി പോലൊരു ലോറി റാലി. സൈക്കിൾ റാലി പോലെ ഒരു ലോറി റാലി. നിർത്താ 3 പ്രാവശ്യം പറ. ഒരു മിനിറ്റ്. സൈക്കിൾ റാലി പോലൊരു ലോറി റാലി. സൈക്കിൾ റാലി പോലൊരു ലോറി റാലി. സൈക്കിൾ റാലി പോലൊരു ലോറി റാലി. ഇത്തിരി വെള്ളം കൊണ്ടുപോടെ ആരെങ്കിലും. വേറെ പിന്നെ പറ, ഇതൊന്നും പറ. സൈക്കിൾ റാലി പോലൊരു പോലൊരു ലോറി റാലി. സൈക്കിൾ റാലി പോലൊരു ലോറി പറയാൻ പറ്റും. സൈക്കിൾ റാലി പോലൊരു ലോറി റാലി. ലാലി. എനിക്ക് നിന്റെ കാര്യം ഓർക്കുമ്പോ വിഷമമുണ്ട്. ഇത് പറയുന്ന കറക്റ്റായിട്ടൊന്ന് പറഞ്ഞോളൂ മോളെ. ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഇങ്ങ് വാ. സുശീല, സൈക്കിൾ റാലി പോലൊരു ലോറി റാലി. സൈക്കിൾ റാലി പോലൊരു ലോറി ഒന്ന് പറഞ്ഞു കൊടുത്താ ചിരിക്കാതെ. ആ വിളി കേട്ടില്ല ആൽബിച്ചായ. സൈക്കിൾ റാലി പോലൊരു ലോറി റാലി. സൈക്കിൾ റാലി പോലൊരു ലോറി റാലി. സൈക്കിൾ റാലി പോലൊരു ലോറി റാലി. ഇതുവരെ വളരെ ശരിയാ. നിങ്ങളെ കൊണ്ട് പറയാൻ പറ്റില്ല, പറ. ഓടിക്കോ പ്രേമ, പതിയെ പോടാ, എനിക്ക് ദേശത്തെ വഴിയറിയില്ല. സൈക്കിൾ റാലി പോലൊരു ലോറി റാലി. 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 കൊടുകൈ. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? സൈക്കിൾ റാലി പോലൊരു ലോറി റാലി. റോറിയാ? ലോറി റാലി. ലോറി. സൈക്കിൾ റാലി പോലൊരു ലോറി റാലി. വെരി ഗുഡ്. ഓക്കെ, മതി. ഇനി ഇദ്ദേഹം പാടാൻ പോകുന്ന പാട്ടാണ് ഇതയമൊരു കണ്ണാടി എനത് ബിംബം വീഴുന്നതടി. അതല്ലേ, പിന്നെ ഏത് പാട്ടാണ്? എനിക്ക് ഞാൻ എൻ്റെ ഫേവറേറ്റ് സോങ് പാടാം. മഞ്ഞോളം പോലെ മനസ്സിൻ പുണ്യാഹം പോലെ എന്നുയിരിൻ കുമ്പിളിലെ പുണ്യം നീയല്ലേ. മഞ്ഞോളം പോലെ മനസ്സിൻ പുണ്യാഹം പോലെ എന്നുയിരിൻ കുമ്പിളിലെ പുണ്യം നീയല്ലേ. മാറിൽ നീയോ ചായും നേരം മാനിൻ കുഞ്ഞായി ചായും നേരം വെള്ള
അടിപൊളി 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 സൂപ്പർ. അത് കിടക്ക് തീവർത്ത് കാലക്ക്. യെസ്. അപ്പം എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഇതിനകത്ത് പെർഫോം ചെയ്തിട്ടുണ്ട്. എങ്കിലും ഒരല്പം മുകളിൽ നിൽക്കുന്ന ഒരാളെ, മുകളിൽ നിൽക്കുന്ന ഒരു പടി മേളിൽ നിൽക്കുന്ന ഒരാളെ ഞാൻ വിളിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് ആക്ന. വളരെ കോൺഫിഡൻസോടുകൂടി അത് പ്രസൻറ്റ് ചെയ്തു. സ്ക്രിപ്റ്റൊക്കെ വളരെ കറക്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ വക ഒരു ചെറിയ ഉപഹാരം, BA ഗ്ലോബൽ സിറ്റിസൺ. ഓക്കെ. പിന്നെ PR കേക്ക്സ് നൽകുന്ന ഒരു കേക്കാണ്. ഓരോ ബൈറ്റിലും മനം കവരുന്ന രുചി. ഓക്കെ. യെസ്. ഇനി നമ്മളെ കുടുകുട ചിരിപ്പിച്ച ഒരു മഹതിയാണ് ഞാൻ വേദിയിലേക്ക് വിളിക്കുന്നത്. വെറൈറ്റി നാമധേയത്തിന് ഉടമയായ, ഒരർത്ഥവുമില്ലാത്ത പേരെന്ന് സ്വയം അവകാശപ്പെടുന്ന നൂഹ്ന. ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ ഒരു ചെറിയ ഉപഹാരം. ഓക്കെ. BA ഗ്ലോബൽ സിറ്റിസൺ അതാണ് എൻ്റെ ക്യാപ്ഷൻ. ഇത് ഇപ്പം ഫ്രൂട്ടിൻ്റെ പൾപ്പ്, മറ്റേ കെമിക്കലൊന്നുമല്ല, ഒറിജിനൽ പൾപ്പിൽ നിന്നെടുക്കുന്ന കാഷിഷ് നൽകുന്ന പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു കോഷാണ്. ഇത് ഭയങ്കര രസകരമാണ്. ഇത് നമ്മൾ വെള്ളത്തിലൊക്കെ കലക്കി കുടിക്കുകയാണെങ്കിൽ നമ്മളെ ദാഹം അകറ്റും, ആരോഗ്യം രക്ഷിക്കാൻ പറ്റും. ഓക്കെ. കൺഗ്രാറ്റ്സ്. യെസ്. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ വിളിക്കുന്നു. ഇപ്പോൾ കുറേ പേരെ നമുക്ക് വിളിക്കണമെന്നുണ്ട്, പക്ഷേ നമുക്കൊരു പരിമിതിയോട് 2-3 പേർക്ക് പ്രൈസ് കൊടുത്താൽ മതിയെന്ന് കമ്പനിയുടെ ഒരു ഇതാണ്. അല്ലെങ്കിൽ ഒരു 5-6 പേർക്ക് കൊടുക്കാൻ പാകത്തിനുള്ള ആൾക്കാർ ഇതിലുണ്ട്. എങ്കിലും നമ്മൾ വിളിക്കുന്നു നമ്മളെ ഇവിടുത്തെ വളരെ ആക്റ്റീവായി സംസാരിക്കുന്ന, വളരെ സ്മാർട്ടായ, ഇവിടുത്തെ ചെയർപേഴ്സണായ, എന്താണ് പേര്? അൽഷിഫ. വരൂ അൽഷിഫ. എനിക്ക് തൊപ്പിയൊന്നുമില്ലേ? ഞാൻ എൻ്റെ തൊപ്പി കൊടുക്കാതിന് ഇതാണ്ട് തൊപ്പി തിരിച്ചേണ്ട. ഞാൻ എൻ്റെ തൊപ്പി തരികയാണ്. ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിൻ്റെ ഒരു മനോഹരമായ. പിന്നെ അത് കൂടാതെ ഇന്ത്യാസ് നമ്പർ 1 കാർ കെയർ പ്രൊഡക്റ്റാണിത്. ബീപൂൾ നൽകുന്ന ഒരു സമ്മാനം. ഓക്കെ. യെസ്. ദേ ഇപ്പോൾ ശരിയാക്കി തരാൻ പ്രസൻറ്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ വിമല തൃശ്ശൂർ കോളേജിലെ മനോഹരമായ എപ്പിസോഡുകളായിരുന്നു രണ്ടും. വളരെ എനർജറ്റിക് ആയിട്ടുള്ള സുന്ദരികളായിട്ടുള്ള ഗേൾസ് ആയിരുന്നു. അവരെല്ലാം മനോഹരമായി തന്നെ പെർഫോം ചെയ്തു. ഇന്ന് 10 എപ്പിസോഡിൽ നിന്ന് മാറി നമ്മൾ ചെയ്തു വച്ചിരിക്കുന്ന ഫ്രെയിമിൽ നിന്ന് ഔട്ട് ഓഫ് ഫ്രെയിമിൽ പോയി നമ്മൾ ആളെടുത്തൊരു ചോദ്യം ചോദിച്ചപ്പോൾ പോലും അദ്ദേഹം വളരെ മനോഹരമായി പെർഫോം ചെയ്തു. അങ്ങനെ അടിച്ച് തകർത്ത് പൊളിച്ച് തിമിർത്ത ഒരു എപ്പിസോഡാണ്. സോ ഇവിടെ ഞാൻ വിഷമത്തോടെ ഈ സുന്ദരികളുടെ ഇടയിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ ഒരു വൈൻഡപ്പാണിത്. ഗുഡ് ബൈ.